അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പഴനിക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് പോകുന്നവരെന്ന് വെച്ചാൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ ട്രെയിൻ കയറുന്നത്. ട്രെയിനിന് വഴിയാണെങ്കിലോ അങ്ങനെ അതല്ല വെച്ചാൽ ബസ്സിലാണെന്ന് നമുക്ക് അങ്ങനെയും പോകാൻ കേട്ടോ. ബസ്സിലാണെന്ന് നമ്മൾ കുറച്ച് ലേറ്റായിട്ടേ എത്തുള്ളൂ. ട്രെയിനാണെന്ന് വെച്ചാൽ 2-2.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് പഴനിമലയിൽ എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യാൻ നമ്മുടെ ട്രെയിനിൽ തന്നെ കേട്ടോ. അതെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം റിലാക്സ് ചെയ്ത് സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ പഴനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിച്ചാൽ അവിടെ നിന്ന് 3 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ നമ്മുടെ പഴനിമലയിലേക്ക്. അപ്പം നമുക്ക് അവിടെ കുതിരവണ്ടിയോ അല്ലെങ്കിൽ ഓട്ടോ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ബസ്സിലാണ് വരുന്നത് വെച്ചാൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയെന്ന് വെച്ചാൽ അവിടുന്ന് 1.5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ നമുക്ക് പഴനിമലയിലേക്ക് എത്താൻ. നമുക്ക് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയെന്ന് വെച്ചാൽ അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് പോവാം. കുതിരവണ്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ എവിടുന്ന് വണ്ടി വിളിക്കുകയാണെന്ന് വെച്ചാൽ നല്ല റേറ്റ് ആട്ടോ അവർ പറയുക. അപ്പം അത്യാവശ്യം ബാർഗെയിനിങ് ഒക്കെ വേണ്ടി വരും കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് കുറഞ്ഞ റേറ്റിൽ നമുക്ക് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ നല്ല റേറ്റ് പറയും കേട്ടോ. പിന്നെ നമ്മൾ റൂമുകളൊക്കെ നോക്കുമ്പോൾ ഈ ദേവസ്വത്തിൻ്റെ തന്നെ ദണ്ഡാപാനി ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന റൂമുകൾ നമുക്ക് അടിപൊളി റൂമുകൾ ഇവിടുന്ന് കിട്ടും കേട്ടോ. റേറ്റ് കുറവായിട്ടും റേറ്റ് കൂടിയതും ഉണ്ട് കുറഞ്ഞതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷനിൽ 2 കിലോമീറ്ററേ ഉള്ളൂ ഇവിടേക്ക് വരാൻ. പിന്നെ നമുക്ക് പഴനിമലയ്ക്ക് ഇവിടുന്ന് 1/2 കിലോമീറ്റർ മേലുണ്ട് കേട്ടോ പഴനിമല. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്താ പറയുക ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഇലക്ട്രിക് ട്രെയിൻ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുട്ടികൾ തല മുടി മൊട്ടടിക്കാൻ വരികയാണെങ്കിൽ ഇതാ ഇവിടെ മുടി മൊട്ടടിക്കേണ്ട ഒരു ഇത് തന്നെ ദേവസ്വത്തിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ മൊട്ടടിക്കാൻ നല്ലത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടുന്ന് പോയി ഒരു ഷീട്ടാക്കണം. അപ്പോൾ ഈ ഷീട്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഇതായിട്ട് ഉള്ളിലേക്ക് ചെല്ലുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നടിച്ച് നമുക്ക് ഓരോ സീറ്റുകൾ ഉണ്ടാകും. അപ്പോൾ ആ സീറ്റിൽ പോയി ഇരുന്നിട്ട് കുട്ടിയുടെ മുടി എടുക്കുകയാണ് വേണ്ടത്. ഇനി മുടി എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ നമുക്ക് അതിൻ്റെ പുറത്ത് തന്നെ പിന്നെ ഒരു ഷീട്ട് കൂടി ആക്കണം കേട്ടോ. അപ്പോൾ അവിടെ പെൺകുട്ടികൾ മുടി മൊട്ടടിക്കുകയെന്ന് വെച്ചാൽ 3 ആൾക്കുള്ള പാസ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുട്ടികളെന്നെ ആയാലും വലിയവർക്കായാലും കുളിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെ സെപ്പറേറ്റഡ് ആയിട്ട് കുളിക്കാനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് വെച്ചാൽ കുട്ടി ആരായാലും തലയിൽ ചന്ദനം പൂശുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചന്ദനം പൂശിയതിന് ശേഷമൊക്കെ ഉണ്ടോ നമ്മൾ മല കയറാൻ പോവുക. അപ്പോൾ ഇങ്ങനെ ചന്ദനം പൂശുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ദക്ഷിണയായിട്ട് ഒരു 10-50 കൊടുത്ത് അല്ലെങ്കിൽ 10-20 കൊടുക്കുക എത്ര വെച്ചാൽ കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ മുടി മൊട്ടടിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 100 രൂപ എന്തായാലും ദക്ഷിണ ചോദിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും 100 രൂപ കൊടുക്കണം അവിടെ ദക്ഷിണ വെക്കുക. പിന്നെ വേറെ ഒരു ചിലവും ഇല്ല കേട്ടോ. നമുക്ക് ബ്ലേഡ് കാര്യങ്ങളൊന്നും കൊണ്ടുപോകണ്ട. അപ്പോൾ ഇവിടുന്ന് പോകുന്നുണ്ട് വെച്ചാൽ പിന്നെ ഇവിടെ ഫുഡ് വെയർ കീപ്പിംഗ് പ്ലേസ് ഉണ്ട് കേട്ടോ. അത് ഫ്രീ ആണ്. നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട. ദേവസ്വത്തിൻ്റെ തന്നെയാണ് കേട്ടോ. വേറെ കടകളിലൊക്കെ ഇങ്ങനെ വന്ന് വെക്കാൻ പറയും. പക്ഷെ അവിടെ നിന്നൊക്കെ വെച്ചിട്ട് നല്ല പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ ഇവിടുന്ന് ഒരു സ്ലിപ്പൊക്കെ കിട്ടും. അപ്പോൾ അതായത് നമ്മൾ ഇനി അടുത്ത് ഫോൺ വെക്കേണ്ടതാണ് കേട്ടോ. ഫോൺ മുകളിലേക്ക് അലൗഡ് അല്ല. അപ്പോൾ ഫോൺ ഇവിടെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ 5 രൂപ കേട്ടോ ഒരു ഫോണിന്. അപ്പോൾ നമ്മൾ ഫോൺ ഇവിടെ വെക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷം വേണം കേട്ടോ ഇനി പഴനിമല കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുകളിലേക്ക് കയറുകയെന്ന് വെച്ചാൽ ആണുങ്ങളുടെ മുടിയാണ് മുട്ടടിക്കുക വെച്ചാൽ മുകളിൽ ചെന്നിട്ട് ഉള്ളിലേക്ക് ദർശനം കിട്ടാൻ വേണ്ടി ടിക്കറ്റ് എടുക്കണം കേട്ടോ. അത് 100-ൻ്റെ ഉണ്ട് 10-ൻ്റെ ഉണ്ട് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം നമുക്ക്. പെണ്ണുങ്ങൾ പോവുകയാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് 3 ആൾക്ക് പാസ് എക്സ്ട്രാ കിട്ടും കേട്ടോ. അപ്പോൾ അവർക്കൊരു കുഴപ്പമില്ലാത്ത വേഗം കയറി ഇറങ്ങാൻ പറ്റും. പിന്നെ ഈ വഴിയാണ് കേട്ടോ നമ്മൾ മേലേക്ക് കയറുക. അപ്പോൾ മുകളിൽ ഫോണൊന്നും അലൗഡ് അല്ല. പിന്നെ മുകളിൽ തന്നെ പ്രസാദം വാങ്ങിയിട്ട് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാവുന്നതാണ്. പിന്നെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഫുഡ് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കണമെങ്കിൽ നല്ലത് ഇവിടെ സ്ട്രീറ്റ് ഫുഡായിട്ട് ഇങ്ങനെ ഇഡ്ഡലി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് 30 രൂപ 40 രൂപയ്ക്കൊക്കെ ഇങ്ങനെ 6 ഇഡ്ഡലിയോളം കിട്ടും. പിന്നെ നമുക്ക് അവിടെ നിന്ന് പോരുമ്പോൾ ട്രെയിനിനാണെന്ന് വെച്ചാൽ ട്രെയിനിന് പോരാ. അതല്ല ബസ് വഴി പോരുകയാണെന്ന് വെച്ചാൽ KSRTC പാലക്കാടേക്ക് ഡയറക്റ്റ് ഉണ്ടാവും. അതല്ലെങ്കിൽ പഴനിയിൽ നിന്നും പൊള്ളാച്ചിക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ പൊള്ളാച്ചിയിൽ നിന്ന് പാലക്കാടേക്ക് കയറിയാലും മതി. അപ്പോൾ ഇങ്ങനെയാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് പഴനി യാത്ര ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു.